സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. நான் போடும் கையெடுத்து அன்பே, உலகம் மொழியில் வரும் எல்லாமே நேரெடுத்து, காதல் தான் கண்ணெடுத்து அன்பே. மயிலிரே மயிலிரே வருடுகிறாய் மெல்ல, மழை நிலவே மழை நிலவே விழியில் எல்லாம் ലേറ്റായോ? ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായിപ്പോയി. എന്താ പറയാനുള്ളത്? AK ഗ്രൂപ്പിൻ്റെ എന്ത് കാര്യമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പറയ ഇച്ചായ ഇന്ദ്രേട്ടനും വീട്ടിലോട്ട് പോയായിരുന്നു. അല്ല, നിങ്ങൾ ഫ്ലാറ്റിലാന്നല്ലേ പറഞ്ഞു ഞാൻ വിളിച്ചപ്പോൾ? അവരെ പറഞ്ഞു വിട്ടിട്ടാണ് വന്നത്, അതോ ഇനി അവിടെ ചെന്ന് അവരുടെ കൂടെയാണോ നമ്മൾ പോകുന്നത്? ഇല്ല, ഞാൻ ഇങ്ങോട്ട് ഇവിടെ എത്താറായപ്പോൾ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരിറങ്ങുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ വിട്ടോ, ഞാൻ ആൽവിനെയും കൊണ്ട് വന്നോളാന്ന് പറഞ്ഞു. ഞാൻ നിന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞിട്ട് തന്നെ വന്നേ. മൂർത്തിയെ കാണാൻ നീ മൂർത്തി ഒരുമിച്ചുണ്ടെന്ന് പറഞ്ഞു. എന്താ മൂർത്തി, കാര്യം പറ. അത് ഞാൻ സാറിനെ ഒരുപാട് വിളിച്ചായിരുന്നു, സാർ ഫോൺ എടുത്തില്ല. എനിക്കറിയാം സാർ എന്തെങ്കിലും അത്യാവശ്യ സിറ്റുവേഷനിലായിരുന്നു. അതാണല്ലോ ഇപ്പോൾ ആൽവിൻ പറഞ്ഞത്, ഫ്ലാറ്റിൽ നിന്നാണ് വന്നതെന്ന്. ഐ നോ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ബട്ട് സാർ എനിക്ക് വാക്ക് തരണം, ഞാനങ്ങനെ മരിച്ചുപോയാൽ എൻ്റെ അപ്പായും അമ്മയും സാർ നോക്കൂന്ന്. നീ മരിക്കാനോ? എന്തിന്? നീ എന്തൊക്കെയാ മൂർത്തി പറയുന്നേ? എന്താടാ, എന്താ ആൽവിനെ പ്രശ്നം? മൂർത്തി, നീ കാര്യം പറ. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ഞാൻ നിന്നോട് എല്ലാത്തിനും നീ എൻ്റെ കൂട്ടിന് നിൽക്കുമ്പോൾ ഒരു വാക്ക് തന്നായിരുന്നു, എനിക്കെന്ത് സംഭവിച്ചാലും നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന്. നീ എന്താന്ന് വെച്ചാൽ കാര്യം പറ. എന്താ? ഞാൻ മരിക്കും സാർ, അതെനിക്ക് ഉറപ്പാണ്. കാരണം എനിക്കറിയാവുന്ന സത്യങ്ങളെല്ലാം ഞാൻ ആൽവിനോട് പറഞ്ഞു. ഇതിനോടകം തന്നെ അവരത് അറിഞ്ഞു കാണും. സാറ് AK എന്ന് കേട്ടിട്ടുണ്ടോ? ഡോൺ ഓഫ് മുംബൈ. അയാളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, അത് അയാൾക്കും അറിയാം. പക്ഷെ ഞാൻ ഇതുവരെ അയാളെക്കുറിച്ച് ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്നലെ ഇബ്രാഹിമിനെ കൊന്നപ്പോൾ അവിടെ സാറിനെ തിരക്കി ഒരാൾ വന്നിട്ടില്ലേ? അയാൾക്ക് എന്നെ അറിയാം. അതാരെന്ന് സാറിനറിയാം. സാറിന്റെ കണ്ണിൽ ചിലപ്പോൾ സാറിന്റെ കസിൻ ബ്രദർ അങ്കിത് ശിവപ്രസാദ് ആയിരിക്കാം. പക്ഷെ അത് ശരിക്കും ദ റിയൽ മാഫിയ ഡോൺ, ദ റിയൽ മാഫിയ കിങ് AK. ഞാനെന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാ അയാൾ ഒരാളെ കൊല്ലുന്നത്, അടിച്ചടിച്ച് പട്ടിയെ പോലെ. അതിന്റെ ഒരു പ്രൂഫ് ഞാനാ. അതുകൊണ്ട് ഇപ്പൊ വേണോ എന്ത് വേണോ സംഭവിക്കാം. ഇതിനോടകം ഇത് സാർ അറിയുമെന്ന് അയാൾക്കറിയാം. ഇതുവരെ എന്നെ എന്താ ഒന്നും ചെയ്യാത്തേന്നാ എനിക്ക് അതിശയം. എനിക്ക് എന്തൊക്കെ വേണമെങ്കിലും സംഭവിക്കാം സാർ. വാട്ട്? നീ എന്തൊക്കെയാ പറയുന്നേ? അങ്കിതോ? ഇന്നലെ നീ അവനെ കണ്ടപ്പോൾ പേടിച്ചായിരുന്നല്ലോ, അതെന്തിനാ? നോ വേ. ദേ മൂർത്തി, നീ
കണ്ടുപിടിക്കുന്നതൊക്കെ നടന്നിട്ടുണ്ട്. നീ കണ്ടുപിടിക്കുന്ന എല്ലാ സത്യങ്ങളും തന്നെയാണ്. പക്ഷെ ഇത് നിനക്കെന്തോ മിസ്റ്റേക്ക് പറ്റിയതാ. അങ്കിത് അവൻ ഇത്ര നാളും ജർമ്മനിയിലായിരുന്നു. ഹിസ് എ ഡോക്ടർ. ഒരിക്കലും അവൻ ഇങ്ങനെയൊന്നും ആവാൻ പറ്റത്തില്ല. ഇച്ചായ, ഹി ക്യാൻ. അവനെ കൊണ്ട് മാത്രമേ ഇങ്ങനെ ഒരാളാവാൻ പറ്റൂ. അത് അങ്കിത തന്നെ ഇച്ചായ. പക്ഷെ മൂർത്തി പറഞ്ഞതനുസരിച്ച് അങ്കിത ഒറ്റയ്ക്കല്ല. AK ഗ്രൂപ്പ്സിന്റെ ഓണർ അല്ലെങ്കിൽ AK എന്ന മാഫിയ അങ്കിത ഒറ്റ ഒരാളല്ല, 2 പേരാ. 2 പേര്. അത് പക്ഷേ അങ്കിത, കാശിനാഥാണോ കാളിദാസ് ആണോ, അതാ നമുക്കിനി അറിയേണ്ടത്. എന്തൊക്കെയാലും നമ്മുടെ കൂടെ ഉള്ളതൊരു മൂർഖനാ. പേടിക്കണം അങ്കിതിനെ. ഒന്നും ചെയ്യാൻ മടിക്കില്ല അവൻ. ഇനിയിപ്പോ വാസുദേവ് അങ്കിൾ ഉണ്ടല്ലോ, അങ്ങേരുടെ ചാരുമെങ്കിലും ബാക്കി കിട്ടിയാൽ മതി ഇച്ചായ. എനിക്ക് തോന്നുന്നില്ല അങ്കിതാണ് AK എന്ന് ഉറപ്പായ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങേരെ ചെതയിൽ വെച്ച് കത്തിക്കാൻ പോലും ബാക്കി കാണത്തില്ല, അത് ഉറപ്പാ. ഐ തിങ്ക് കിച്ചു ഹീസ് നോട്ട്, അവനല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് അവന് ഞാൻ അന്വേഷിച്ച് വെച്ച് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളെ പോലെ അവൻ്റെ ബിഹേവിയേഴ്സ് ഒക്കെ ഉറപ്പായിട്ടും അവനാവാൻ ചാൻസിലാക്കി. ഐ തിങ്ക് ഇറ്റ്സ് ഹിം, കാശിനാഥ് ശിവപ്രസാദ്. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. എൻ്റെ ഒരു ഡൗട്ട് മാത്രമാണ്, ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ല ആ രണ്ടാമൻ ആരാണ്. പക്ഷെ ഒന്നാമൻ അത് അങ്കിത് തന്നെയാ സാർ. നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. വാസുദേവ ശങ്കറിന്റെ കാര്യം പോട്ടെ, പക്ഷെ ബാക്കി ഒന്നും നോർമൽ ആയിരിക്കത്തില്ല. ഇങ്ങനെ ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരാള് നിങ്ങളുടെ ഫാമിലിയിലുള്ളത് ഇറ്റ്സ് സോ ഡേഞ്ചർ. എന്തും ചെയ്യാൻ മടിക്കാത്തൊരു പക്ക ക്രിമിനലാണ് അയാൾ. കാശിയാണോ നിങ്ങൾ ഈ പറയുന്നേ? ഒറ്റയ്ക്ക് മൂത്രം ഒഴിക്കാൻ വെളിയിലിറങ്ങാൻ പേടിയുള്ളവനാ നിങ്ങൾ ഈ പറഞ്ഞു ഉണ്ടാക്കുന്നത്. AK എന്ന് പറയുന്ന അങ്കിതനായിക്കൂടെ? അല്ലാതെ അതിലിനി കിച്ചുവും കാശിയും വരണമെന്നുണ്ടോ? 2 പേരാന്നൊക്കെ ചിലപ്പോൾ ഒരു അങ്കിത എന്ന് പറഞ്ഞ പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനി അഥവാ അവനാണെങ്കിൽ തന്നെ ഏതായാലും അവനെ അവൻ്റെ ഫാമിലിയെ ദ്രോഹിക്കാത്ത ആർക്കും അവ ഒരിക്കലും ദോഷം വരുന്ന ഒന്നും ചെയ്യത്തില്ല. അക്കാര്യത്തിൽ അവൻ മാന്യനാണ്, ഇനി എത്ര വലിയ മാഫിയാണെങ്കിലും. അതുകൊണ്ട് അലനെ അങ്ങനെ ആവാതിരിക്കാം. എനിക്ക് മൂർത്തിയെ വിശ്വാസമാണ്, അങ്ങനെയാണ്. അലനെ ഞാൻ ഒരു കാര്യം പറയാം. ഇത് നമ്മൾ 3 പേരല്ലാണ്ട് നമ്മുടെ ഫാമിലി പോലും, ഞാനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണ് ഇന്ദ്ര, അവൻ പോലും ഇതറിയില്ല. ഇത് നമ്മൾ 3 പേരും ഇപ്പോൾ എടുക്കുന്ന പ്രോമിസാണ്. 4മതൊരാൾ ഇതറിയാൻ പാടില്ല. ഇവിടെ തീരണം ഇത്. നമ്മളിങ്ങനൊരു കാര്യം ഡിസ്കസും ചെയ്തിട്ടില്ല, ഇങ്ങനൊരു കാര്യം സംസാരിച്ചിട്ടുമില്ല. അതാ മൂർത്തിയുടെ സേഫ്റ്റിക്കും നമ്മുടെ സേഫ്റ്റിക്കും നല്ലത്. കേട്ടോ ആൽവി? ഇല്ല ചായ, ഞാനായിട്ട് ആരോടും പറയത്തില്ല ഒന്നും. അതാ മൂർത്തിക്ക് നല്ലത്, ഇച്ചായൻ പറഞ്ഞതുപോലെ. മൂർത്തി, ഇനി എങ്ങാനും ഞാൻ അറിഞ്ഞു എന്ന് അവന് ഡൗട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അങ്കിത് എന്നോട് സംസാരിക്കാൻ വന്നിരിക്കും. അതുറപ്പാണ്. നിൻ്റെ അടുത്ത് അവൻ വരില്ല. അവനെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. നീ സമാധാനമായിട്ട് വീട്ടിൽ പോ. പിന്നെ ഈ ചാവും ആരെങ്കിലും കൊല്ലും ഈ തോട്ടൊക്കെ കളഞ്ഞേക്ക്. ആദമ്മ ജീവിച്ചിരിക്കുമ്പോൾ നിനക്കൊന്നും സംഭവിക്കത്തില്ല. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാ. പണ്ട് നിൻ്റെ അപ്പനും അമ്മയ്ക്കും ഞാൻ കൊടുത്ത വാക്കാ. ചെല്ലും. അൽവി, നമുക്ക് പോയാലോ? വീട്ടിൽ പെട്ടെന്ന് എത്തണം. കാശോട്ട് ഓക്കെ അല്ലെന്നാ അങ്കിതന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത്. അവൻ കരയോ എന്തൊക്കെയോ വാരി ചെയ്തെന്നാണ് പറഞ്ഞത്. നീ വാ, എനിക്കവനെ കാണണം. എന്താ പറ്റിയെന്ന് ചോദിക്കണം. നമ്മളറിയാത്ത വേറെ എന്തൊക്കെയോ കൂടെയുണ്ട്. നീ വാ, നമുക്ക് പോവാം. അമ്മ കിടന്നില്ലായിരുന്നോ? ഫുഡ് കഴിച്ചാ അമ്മ? ഞാൻ വിശന്നപ്പോൾ ഫുഡ് കഴിച്ചു.
എനിക്ക് തലതെറിച്ച 2 മക്കളുണ്ടല്ലോ, അതിലൊരുത്തൻ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് എന്നെ നൈസിന് പറ്റിച്ചിട്ട് കരഞ്ഞു വിളിച്ചങ്ങോട്ട് എങ്ങോട്ട് ഇറങ്ങി ഓടുന്നുണ്ട്, ടെൻഷൻ അടിച്ചിട്ട്. എവിടെ നിന്റെ ചേട്ടൻ? ഇവിടെ വന്നോ അതോ ഇപ്പോഴും പുറത്ത് കറങ്ങിക്കൊണ്ട് നടക്കുവാണോ? ഹാ, ചൂടാവാതെ അമ്മക്കുട്ടി. അവന് ഭയങ്കര തലവേദനയാണ്. അവൻ എന്നെ കാണാൻ വന്നതാ. അവന് അമ്മയുടെ കൂടെ വരാൻ മടിയാ. എന്നെ കാണാൻ തോന്നി, പെട്ടെന്ന് എന്തോ സ്വപ്നം കണ്ടു, മാങ്ങ തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വന്നതാ. കൊണ്ടുവന്നിട്ടുണ്ട്, റൂമിൽ കൊണ്ട് കിടത്തി. ഭയങ്കര തലവേദനയാണ്. പാവം, വണ്ടി ഇരുന്നൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു, തലവേദന എന്ന് പറഞ്ഞ്. എന്തോ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ചു കൂട്ടിയിട്ടാ. അത് വിട്. അമ്മ ഓക്കെ അല്ലേ? ഞാനൊക്കെയാ. ഇന്ന് ദേവേട്ടനുമായിട്ട് കോർട്ടില് AK ഗ്രൂപ്പിനെതിരെ കുറച്ച് തെളിവുകളായിട്ട് കേസ് അപ്പീൽ ചെയ്യാൻ പോയിരുന്നു. അപ്പീൽ ചെയ്തു. അതിനെതിരെ അന്വേഷണങ്ങളൊക്കെ ആരംഭിക്കാമെന്ന് അവർ പറഞ്ഞു. നോക്കട്ടെ, മുമ്പൊക്കെ നോക്കുന്നതല്ലേ. അങ്ങനെ ഇല്ലീഗലായിട്ടുള്ള ബിസിനസ് ചെയ്തിട്ട് ഒന്നാമത് എത്തണ്ട. അതിന് ഈ ദേവിക സമ്മതിക്കത്തില്ല ഹൗമാരെ. നീ കഴിച്ചായിരുന്നു അച്ചു? അല്ല, നീ കിച്ചുവിനെ കണ്ടോ? ഓ, ഈ അമ്മ, എൻ്റെ പൊന്നമ്മ, എന്തിനാ ഈ കേസും വഴക്കുമൊക്കെ ആവശ്യമില്ലാണ്ട്. ഏറ്റവും ലാസ്റ്റ് അമ്മമാരെന്തെങ്കിലും പണി വരുമ്പോൾ ഇരുന്ന് കരയാനായിട്ടേ സമയം കാണത്തുള്ളേ. സമാധാനത്തിലെല്ലാം ഒതുക്കി പോണോന്നല്ല. ഞാൻ കിച്ചുവിനെ കണ്ടു. അമ്മ വന്നാരും ഞാൻ പറഞ്ഞു. കുറച്ച് പരിഭവമൊക്കെ ഉണ്ട് അവനെ പോയി കാണാത്തതിന്. പിന്നെ സിറ്റുവേഷൻ ഇതായോണ്ട് സീനില്ലമ്മേ. കൂടിപ്പോയൊരു 2-3 ദിവസം, അതിനകത്ത് അവനിവിടെ എത്തിക്കാം. 2-3 ദിവസം പോകത്തില്ല, 2 ദിവസം, അതുറപ്പാണ്. അതിനകത്ത് കിച്ചു വീട്ടിൽ കാണും. കിച്ചു വെച്ചു എന്നുള്ള ഈ കള്ളക്കളി നമുക്ക് നിർത്താം. പിന്നെ മുംബൈയിൽ നമ്മളെ വീട്ടിൽ ഇപ്പോഴും ഇരിക്കുകയല്ലേ അച്ഛൻ്റെ ചിതാഭസ്മം. അത് നമുക്ക് ഒഴുക്കണ്ടേ? എന്തോ അതിന് സമയമായെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടല്ലേ അമ്മ ഇതുവരെ അതിന് മുതിരാതിരുന്നത്. കാശിയേട്ടനും ഞാനും അമ്മയും കിച്ചുവായിട്ടൊരു ദിവസം പോയി നമുക്കതങ്ങ് ചെയ്ത് കളയാം. നാളെ നേരം ഒന്ന് ഇരുട്ടിക്കോട്ടെ, എന്നിട്ട് അതിന് നമുക്കൊരു ഡേറ്റ് വരെ ഫിക്സ് ചെയ്യാം. അപ്പം എൻ്റെ അമ്മയ്ക്ക് ഗുഡ് നൈറ്റ്. ലവ് യു സോ മച്ച്. പിന്നെ ആ AK ഗ്രൂപ്പിൻ്റെ പിറകെ ഇങ്ങനെ മണത്തോണ്ട് നടക്കുന്നുണ്ടല്ലോ, അറ്റ് ലാസ്റ്റ് കരയേണ്ടി വരുവേ. ഓ പിന്നെ നീ പോടാ, ഞാൻ ശിവപ്രസാദിന്റെ ഭാര്യ. അതിലുപരി ആനന്ദശങ്കറിന്റെ മകളാ. അതിനേക്കാൾ വലിയ ഐഡന്റിറ്റി ഒന്നും എനിക്ക് വേണ്ട. ഇത് 2 മാത്രം മതി. അല്ലാതെ ദേവിക ശിവപ്രസാദ് എന്നോ അല്ലെങ്കിൽ ദേവിക ശങ്കർ എന്നോ എനിക്കറിയപ്പെടാൻ താല്പര്യമേ ഇല്ല. ഇവർ 2 പേരും തണലിൽ തന്നെയാ ഞാൻ ഇവിടം വരെ എത്തിയത്. സോ ഐ ഡോണ്ട് ഹാവ് ഫിയർ. ഓക്കെ മൈ ഡിയർ സൺ, ഗുഡ് നൈറ്റ്. അതെനിക്കറിയാം. എൻ്റെ അമ്മയ്ക്ക് പേടിയൊന്നുമില്ല, പുലിക്കുട്ടിയാന്ന്. ഇത് തന്നെയാ എനിക്കും പറയാനുള്ളത്. ഞാൻ ദേവിക ശിവപ്രസാദിൻ്റെയും മകനാ. ഐ ഓൾസോ ഡോണ്ട് ഹാവ് ഫിയർ. എനിക്കും ഫിയർ ഇല്ല, അതും അമ്മ മറക്കണ്ട. ഗുഡ് നൈറ്റ്, ലവ് യു. പോടാ കൊള്ള തിരുമാലി. എന്തൊരു കാര്യം. പാവം, എൻ്റെ പിള്ളേർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇനിയെങ്കിലും കണ്ണീരില്ലാത്തൊരു ലൈഫ് ഞങ്ങൾക്ക് തരണേ. ഐ ഹോപ്പ് കിട്ടും, അതുറപ്പാ. തീരാറായില്ലേ എല്ലാം. ഹലോ, എന്താണ് ഭയങ്കര ആലോചനയിലാണല്ലോ? ഇതെന്തു കോലാകി? കരഞ്ഞ് ഫ്രഷ് ആവുന്നും കിടക്കുന്നൊന്നുമില്ലേ? കയറി കിടക്ക്, ചെല്ല്, പോയി കുളിച്ചിട്ടോ. ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചു. അങ്കി, can I ask you something? ദേഗി, എനിക്ക് മുമ്പ് നിന്ന് വെറുതെ മോങ്ങുന്ന ഇഷ്ടമല്ല. ഇപ്പം നിനക്ക് കരയാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ഇവിടെ നടന്നിട്ടില്ല. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. നടന്നതെല്ലാം സ്വാഭാവികമാണ്. കാരണം ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാണ്. ആൻഡ് വെറുതെ നിന്ന് കരയാണ്ട് കണ്ണു തുടക്കി, എന്നിട്ട് സംസാരിക്കുക. പിന്നെ ക്യാൻ ഐ ആസ്ക് യു സംതിങ് എന്ന് ചോദിച്ചിട്ട് റിക്വസ്റ്റ് ആണെങ്കിൽ എനിക്കത് കേൾക്കണ്ട. ഞാനത് കേൾക്കത്തുമില്ല. ആ റിക്വസ്റ്റ് ഞാൻ സ്വീകരിക്കത്തുമില്ല. വേറെ വല്ലതുമാണ് നിനക്ക് പറയാനുള്ളെങ്കിൽ ഓക്കെ ഫൈൻ, ഞാനത് സ്വീകരിക്കാം, കേൾക്കാം, എന്ത് വേണോ ചെയ്യാം. പക്ഷേ ഒരു തരം
സിമ്പത്തിക് ഡ്രാമയാണ് നീ കളിക്കാൻ പോകുന്നതെങ്കിൽ എനിക്ക് താല്പര്യമില്ല. എനിക്ക് നിന്നെ വേണം. അതുകൊണ്ട് നിന്നെ മാത്രം എനിക്ക് നോക്കിയാൽ മതി. അല്ലാണ്ട് നിൻ്റെ അച്ഛനെയോ നിൻ്റെ ചേട്ടനെയോ എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഞാനെന്താ ഉദ്ദേശം നിനക്ക് മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായെങ്കിൽ ഞാനൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ഒന്ന് എന്റെ അച്ഛനാ, ഒന്ന് നീയാ. അച്ഛൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, എന്നെ നോക്കിയിട്ടില്ല, എന്നെ സ്നേഹിച്ചിട്ടില്ല, എന്നോട് നിന്നിട്ടില്ല. എല്ലാം ദൈവച്ചനായിരുന്നു എനിക്കെല്ലാം. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഞാൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്യില്ല. എനിക്ക് നീ ഇത് ചെയ്യരുതെന്നേ ഉള്ളൂ. എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ വയ്യ. എല്ലായിടത്തും ഞാൻ തോറ്റു. ഒരു മകനായിട്ട്, ഒരു ബ്രദറായിട്ട്, ഒരു അനിയനായിട്ട്. നിന്റെ അടുത്തൂടെ തോക്കാൻ വയ്യെങ്കിൽ അതുകൊണ്ട് പറയാ, ഇത് ചെയ്യണ്ട പ്ലീസ്. നിന്നെ നഷ്ടപ്പെട്ട പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ലെങ്കിൽ എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അയ്യേ, ഇതിനാണ് നീ കരഞ്ഞേ? ഞാൻ വിചാരിച്ചു ഇപ്പം നീ അച്ഛനെ കൊല്ലല്ലേ. എൻ്റെ അച്ഛനാ, ഒന്നീ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ ഞാൻ, ഇതിൽ രണ്ടിലൊന്ന് തീരുമാനിക്കണം എന്നൊക്കെയുള്ള പഞ്ചിടവിലേ പഠിക്കുന്നു. എൻ്റെ എക്സ്പെക്റ്റേഷനൊക്കെ നീ തെറ്റിച്ചകി. എന്നാലും കുഴപ്പമില്ല, ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് നിന്നെ ഇഷ്ടം. നീ ഈ പറഞ്ഞേക്കാൾ ഒത്തിരി എനിക്കിഷ്ടം. പിന്നെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയാനൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ആകെപ്പാടെ കരഞ്ഞിട്ടുള്ള എൻ്റെ അമ്മയുടെ മുമ്പിലും പിന്നെ എൻ്റെ കിച്ചുവിൻ്റെ മുമ്പിലും. ഈ പറയുന്ന കാശിയേട്ടൻ പോലും ഞാൻ കരയുന്ന കണ്ടിട്ടില്ല. സോ ഞാൻ പറഞ്ഞു വന്നത്, നിൻ്റെ റിക്വസ്റ്റ് സ്വീകരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ഇതൊരു വാറാണ്, റിവഞ്ച് വാർ. ഇവിടെ എൻ്റെ തന്തയെ കൊന്നവനെ ഞാൻ തന്നെ കൊല്ലണം. അതും ആദമു പറഞ്ഞ പോലെ എൻ്റെ കൈയുണ്ട്. ഇതിൽ പാവപ്പെട്ട കാശിയേട്ടനെയോ അല്ലെങ്കിൽ എൻ്റെ ജീവന് തുല്യം ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ കിച്ചുവിനെയോ എനിക്ക് പിടിച്ചിടാൻ പറ്റത്തില്ല. ഇവിടെ ഈ റിവഞ്ച് തുടങ്ങി വെച്ചത് ഞാനാ അവരുടെ ഉള്ളിലും വിഷം കുത്തിവെച്ചത്. അച്ഛനെ കൊന്നവനെ കൊല്ലണമെന്നുള്ള. അതുകൊണ്ട് ഇത് ഞാൻ തന്നെ ചെയ്യണം. പിന്നെ നീ വിചാരിക്കും പോലെ ഞാൻ ചാവുകയോ അല്ലെങ്കിൽ നിനക്കെന്നെ നഷ്ടപ്പെടുകയൊന്നും ചെയ്യത്തില്ല. നിനക്കെന്നെ നഷ്ടപ്പെടണമെങ്കിൽ അതിന് ഞാൻ തന്നെ വിചാരിക്കണം. മനസ്സിലായോ? ഞാനായിട്ട് വിചാരിക്കാതെ നീ ഞാനും ഒരിക്കലും രണ്ടും രണ്ട് പാത്രം ആവത്തില്ല. അതുകൊണ്ട് അത് ഓർത്തിട്ട് എൻ്റെ അഖിൽ മോൻ പേടിക്കണ്ട. ഫുഡ് കഴിച്ചല്ലോ, മുഖം പോയി കഴുകിയിട്ട് വന്ന് കിടക്കാൻ നോക്കും. ഞാൻ പോയി ഇന്ദ്രനെയും കണ്ട് ആദമിനെ ഒന്ന് കാണട്ടെ. എനിക്ക് ആദമിനെ കാണണം. ഇന്ദ്രയെ കണ്ട് കിച്ചുവിനെ കണ്ട കാര്യം പറയാനാ. ഇന്ദ്രനെ കാണണമെന്ന് പറഞ്ഞായിരുന്നു, മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, വീട്ടിൽ വന്നിട്ട് എന്നെ ഒന്ന് വന്ന് കാണണേന്ന്. മേ ബി കിച്ചുവിനെ കണ്ടോ, കിച്ചു എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കാനായിരിക്കാം. നോക്കട്ടെ. അതുകൊണ്ട് നീ ഇത് ആലോചിച്ച് ഒന്നും ടെൻഷൻ അടിക്കണ്ട. പോയി ഫ്രഷായി അമോഘമൊക്കെ കഴുകിയിട്ട് വന്നിടന്ന് ഉറങ്ങും. നാളെ മേ ബി രാവിലെ എണീക്കുമ്പോൾ നീ എന്നെ ഇവിടെ കാണാൻ ചാൻസ് ഇല്ല. എനിക്ക് പുറത്ത് 2-3 ആവശ്യമുണ്ട്, അതിന് പോകണം. ഓക്കെ ആയിട്ടിരിക്കും കേട്ടോ. അങ്ങി ഞാൻ ആരോട് എന്ത് പറയാനാ? ആരും കേൾക്കത്തില്ല. എല്ലാവരുടെ ഇടയിലും തീ നിന്ന് നിൽക്കാനാ എന്റെ യോഗം. അങ്ങ് കൂടെ നഷ്ടപ്പെട്ട പിന്നെ ഞാൻ എന്തിനും ജീവിച്ചിരിക്കുന്ന. എൻ്റെ പൊന്ന് കാശി, നീ കരയാണ്ട് കാര്യം പറ. ഇങ്ങനെ കരയില്ലേ? നോക്ക്, എന്നെ നോക്ക്. എന്ത് കോല കാശി, കരഞ്ഞ് കരഞ്ഞ് മുഖമൊക്കെ. എന്താ പറ്റിയേ? എന്താ കാര്യം? എന്താ പറ. നീ എന്ത് കേട്ടെന്നാ? അർജുനേട്ടൻ, ആന, ചേന, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഏങ്ങാതെ സമാധാനപ്പെട്ടിട്ട് കാര്യം പറ. കരയാണ്ട് സംസാരിക്കും. എനിക്ക് മനസ്സിലാവുന്നില്ലടാ. ഞാൻ അല്ലെങ്കിൽ ആകെ ഫ്രസ്ട്രേറ്റഡാ. എല്ലാം കൂടെ ഒരുമിച്ചാണ് വരുന്നത്. നീ സമാധാനത്തിൽ പറയും. എന്ത് വന്നാലും നിൻ്റെ കൂടെ ആദമുണ്ട്, അത് നീ മറക്കണ്ട. നീ കാര്യം പറ.
അത് 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 അച്ഛനെ അച്ഛനെ കൊന്നത് വാസുദേവ് അച്ഛനാ. അയാള് അച്ഛനെ കൊന്നത്. അത് മാത്രമല്ല, അർജുൻ എന്തിനാ ഇഷ്ടമാ എന്റെ കിച്ചുനെ എന്തൊക്കെ ചെയ്യാൻ പോവാ. അവര് സംസാരിക്കുന്നതല്ല ഞാൻ കേട്ടായിരുന്നു. എന്തിനാ അയാൾ എന്റെ അച്ഛനൊക്കെ വന്ന് ഇന്ദ്ര അർജുനല്ല അനിയനെന്ന് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഇവരൊക്കെ എന്താ ഇങ്ങനെ? എന്റെ അമ്മയുടെ ചേട്ടനല്ലേ അത്? എന്തിനാ എന്റെ അച്ഛനൊക്കെ വന്നായിരുന്നു? നോക്ക് നോക്ക് നോക്ക്, കരയാതെ ശിവാങ്കളിനെ കൊന്നത് വാസുദേവ. അത് നമ്മളെല്ലാവരും അറിഞ്ഞ കാര്യമാണ്. നീ കേട്ടു, ഓക്കെ ഫൈൻ. അർജുനായിട്ടൊരു ഇന്ദ്ര ഇഷ്ടമാണോ? അതെന്തുവാ ഈ കാര്യം? നീ കേട്ടതാണോ? നിന്റെ ചെവിയുണ്ട്? ഞാൻ കേട്ടതാ. അയാൾക്ക് എന്തിനോട് ഭ്രാന്ത. അവന്റെ ഇടയിൽ വരുന്ന എല്ലാരും അയാൾ കൊല്ലുമെന്ന് പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞു. ഞാനിന്ന് അച്ഛനോട് പറഞ്ഞില്ല, മറന്നുപോയി. അപ്പോഴത്തെ ടെൻഷൻ എനിക്ക് അറിഞ്ഞൂടാതെന്ന്. ഇവരൊക്കെ എന്താ ഇങ്ങനെ? എന്താ എന്നെ പോലെ എല്ലാവരും? ഓ, ഇതിനി ഏതോ പുതിയ പ്രശ്നം. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാവരും നമ്മളടുത്ത് വന്ന് പെരുമാറണമെന്നില്ല. ഐ മീൻ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും പോലെ. അതുകൊണ്ടാണ് പറയുന്നത്, ആരെ കയ്യിൽ നിന്നും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. നോക്ക്, ഈ കരച്ചിൽ ഇവിടെ നിർത്തണം. എന്ത് വന്നാലും നിൻ്റെ കൂടെ നിൽക്കാൻ നിൻ്റെ ബ്രദേഴ്സ്, നിൻ്റെ അമ്മ, പിന്നെ നിന്നെ കെട്ടിയ ഞാനുണ്ട്. എന്ത് വന്നാലും എൻ്റെ കാശിയുടെ കൂടെ ഞാൻ കാണും. അതിനി എന്തൊക്കെ ആയാലും, ആരെങ്കിലും കൊല്ലാനാണെങ്കിൽ പോലും. കേട്ടോ? അതുകൊണ്ട് ഇനി കരയരുത്. പോയി ഫ്രഷായിട്ടോ കിടക്കാം. ചെല്ല്. ഞാനൊന്ന് ആൽവിയെ കണ്ടിട്ട് വരട്ടെ. നീ ഫ്രഷായിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ വരാം. കേട്ടോ? ചെല്ല്. ഇച്ചാൻ ഇതെന്തൊക്കെയാ പറയുന്നത്? അതുകൊണ്ട് അർജുനേട്ടനാണ് ഇന്ദ്രേട്ടനും റേപ്പ് ചെയ്തെന്നാണ് ഇച്ചായൻ പറഞ്ഞു വരുന്നത്. എന്റെ പൊന്നിച്ചായ, ഇച്ചായ എഴുതാപ്പുറം വായിക്കല്ലേ? ആയിക്കൂടാന്നില്ലല്ലോ. എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഇത്രയൊക്കെ ദുഷ്ടത്തരം കാണിക്കുന്നവന്മാർക്ക് ഇത് കാണിച്ചാൽ എന്താണോ കുഴപ്പം? സംശയം മാത്രമാണ്. പക്ഷെ എന്നാലും ഇപ്പം എന്തോ എനിക്കറിയത്തില്ല. അർജുനേട്ടൻ്റെ കാര്യത്തിൽ മൊത്തത്തിൽ കൺഫ്യൂസ്ഡാണ്. അങ്ങേരെ ഏട്ടാന്ന് വിളിക്കാൻ പോലും കൊള്ളത്തില്ല. നാശം. സ്വന്തം അന്യനോട് അങ്ങേർക്ക് പ്രേമം. കാശി കള്ളം പറയില്ല. അവനെ നീ കാണുമായിരുന്നു. വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാടാ നോൺ സ്റ്റോപ്പായിട്ട്. അവൻ അത്രയ്ക്ക് പേടിച്ചിട്ടുണ്ട്. അവൻ ചോദിക്കുക അവനെപ്പോലെ അല്ലാത്ത എന്താന്ന് എല്ലാവരും എന്താ ഇങ്ങനെയെന്ന് അവൻ ചോദിക്കുന്നത്. അവൻ്റെ വിചാരം അവരെ പോലെയാണ് എല്ലാവരും. ഭയങ്കര ഇന്നസെൻ്റ് ആയിരിക്കും. എന്നാലും ഞാനിത് ഒരിക്കലും അർജുനേട്ടൻ്റെ ഭാഗത്തുനിന്ന് എക്സ്പെക്റ്റ് ചെയ്തില്ല. അങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ തന്നെ അർജുനേട്ടൻ ഏതായാലും ഇതിൽ നല്ല ആളല്ല ഈ കളിയിൽ. അത് ഉറപ്പാ ആൽവി. എന്തൊക്കെയോ ഉണ്ട്, എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉറപ്പാ. എനിക്കറിയത്തില്ല ഇതിൻ്റെ ഭവിഷ്യത്തായിട്ട് ഇനി എന്തൊക്കെയാ വരാൻ പോകുന്നതെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ശേ, നീ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതൊക്കെ അച്ചു കിച്ചു ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ, കിച്ചുവിൻ്റെ കാര്യം പോട്ടെ, അച്ചു അറിഞ്ഞു കഴിഞ്ഞാൽ
അവനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി ആരാ? കിച്ചു. കിച്ചു ജീവന് തുല്യം സ്നേഹിക്കുന്ന ആരാ? ഇന്ദ്രൻ. ഇന്ദ്രൻ ഇങ്ങനെ ചെയ്തതും എല്ലാം അറിഞ്ഞിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തത് അർജുനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അയ്യേട്ടൻ്റെ കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് സങ്കടം. ആരും ഇല്ലാതാവും അയാൾക്ക്. ആരോടൊന്നും പറയാനും പറ്റത്തില്ല. വല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടെ ഇപ്പം ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നാളെ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കർത്താവിന് മാത്രം അറിയാം. എന്റെ പൊന്നിച്ചായ, ഇങ്ങനെയൊക്കെ അവരൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അച്ചുവിന്റെ കൈ കൊണ്ടല്ല, അതിന് ആരെ കൈ കൊണ്ടായാലും എഫന്മാരൊക്കെ തീരെ ഉള്ളത് തന്നെയാണ്. അല്ലാതെ ജീവിച്ചിരുന്നിട്ട് എന്തിനാ കണി കാണിക്കാനോ ആരെങ്കിലും? നാശങ്ങൾ എല്ലാം ചത്തു തൊലയട്ടെ, അത് തന്നെ വേണ്ടത്. അല്ലാണ്ട് വെറുതെ ജീവിപ്പിച്ചിട്ടൊന്നും കിട്ടാനൊന്നുമില്ലല്ലോ. നിധിന്ന് നമുക്ക് കിട്ടത്തില്ലല്ലോ ഇതിനെയൊക്കെ. ചാവുള്ളവന്മാര് ചാവണം. ഈ ലോകത്ത് അർഹതയില്ലാത്ത എത്രയോ പേര് ചാവുന്നുണ്ട്. അതിനേക്കാളും നല്ലത് ഇങ്ങനത്തെ പുഴുത്തതൊക്കെ ചാവുന്നതാ. ഇച്ചായൻ ഇത് ഇനി ആലോചിച്ച് തല കുന്നാക്കണ്ട. ഞാൻ പോയി കിടക്കുമ്പോ ഇനി നാളെ എന്തൊക്കെ സംഭവിച്ചാലും അതൊക്കെ അവന്മാർ ചെയ്ത അവന്മാരുടെ കൈയിരിപ്പിനാ. അങ്ങനെ വിചാരിച്ചാൽ മതി. ഞാൻ കിടക്കുക. ഗുഡ് നൈറ്റ്. പോവാ. ആഹാ, അതമേ, നിന്റെ അനിയൻ ഒരുപാട് മാറിയല്ലോടാ. പണ്ട് കോളേജ് ടൈമിൽ ഞാനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയ ആ ആൽവിയ അല്ല അത്. ഞാൻ അവനെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചു. അപ്പം അതമേ, നമുക്ക് സംസാരിച്ചാലോ? നിനക്ക് വിരോധമൊന്നും കാണത്തില്ലെന്ന് എനിക്കറിയാം. കാരണം എനിക്കറിയാം നിന്നെ. നീ നല്ല ബുദ്ധിയുള്ളവനാണ്. ഞാൻ നിൻ്റെ അടുത്ത് വരുമെന്നും നിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടായിരിക്കും നീ ഈ വീട്ടിൻ്റെ അകത്തോട്ടിന്ന് വന്നത്, അല്ലേ? അതെൻ്റെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് സംസാരിക്കാം. പക്ഷെ അത് ആദം സഖറിയ ജോണും അങ്കിത് ശിവപ്രസാദും ആയിട്ടായിരിക്കരുത്. ഇബ്രാഹിമിനെ പച്ചയ്ക്ക് വെട്ടിക്കൊന്ന ആദമും AK എന്ന പക്ക ക്രിമിനലുമായിട്ടായിരിക്കണം നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നത്. ആർ യു ഓക്കെ വിത്ത് ദാറ്റ്? ആക്ച്വലി അതെനിക്കിഷ്ടപ്പെട്ടു, ആ പ്രയോഗം. ഇബ്രാഹിമിനെ പച്ചയ്ക്ക് വെട്ടിക്കൊന്ന ആദം. ഐ ലൈക്ക് ഇറ്റ്. സംസാരിക്കാം. ഇത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു. നിനക്ക് ബുദ്ധിയുണ്ട്. ഓ സോറി, ബുദ്ധിയില്ലാതെ ഇത്ര പെർഫെക്റ്റായിട്ട് നീ ഗെയിം കളിക്കില്ലല്ലോ. സംസാരിക്കാം. ആദമായിട്ടും AK ആയിട്ടും തന്നെ സംസാരിക്കാം. എന്താ ചോദിക്കാനുള്ളത്? ആരവും മൂർത്തി എന്ന മൂർത്തി നീ AK ആണെന്ന് എന്നോട് പറഞ്ഞതിനെ കുറിച്ചാണോ, അതോ മൂർത്തിയെ നീ കൊല്ലൂ എന്നുള്ളതിനെ കുറിച്ചാണോ, അതോ ഇനി എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്താനാണോ ഈ AK എന്ന രാവണ അവതാരത്തിൻ്റെ ഇപ്പോഴത്തെ എൻട്രി? ആരവും മൂർത്തി അത് നീ കളാതമേ. അവനെ എനിക്ക് അന്നേ കൊല്ലായിരുന്നു. ഞാൻ അയാളെ അടിച്ച് കൊല്ലുന്നത് അവൻ കണ്ടത് ഞാൻ കണ്ടതാ. എന്നിട്ട് ഞാൻ അവനൊന്നും ചെയ്യാത്തത് അവൻ ആരോടും പറയത്തില്ല എന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ അവൻ നിൻ്റെ ശിങ്കിടിയാന്ന് എനിക്കറിയത്തില്ലായിരുന്നു. നീ അറിഞ്ഞ പ്രശ്നമില്ലാന്ന് ഇപ്പം എനിക്ക് മനസ്സിലായ സ്ഥിതിക്ക് അവനെ ഞാൻ ഒന്നും ചെയ്യത്തില്ല. വെറുതെ ഒരു അപ്പാവിയെ പിടിച്ച് കൊല്ലാൻ അത്രയ്ക്ക് ഭീകരനായ ക്രിമിനലല്ല ഞാൻ. തെറ്റ് ചെയ്ത അപ്പം ക്രിമിനലാണല്ലോ. ഞാൻ തെറ്റൊക്കെ ചെയ്യാറുണ്ട്. ഞാനൊരു തെറ്റ് ചെയ്താ അതിൽ 10,000 പേർക്ക് നല്ലത് കാണും. അത് വിടും. അപ്പോൾ നീയായിട്ട് ആരോടും പറയില്ല എന്ന് എനിക്ക് ഉറപ്പായി. സോ ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. ബട്ട് ഇത് കാശിയായിട്ട് അറിയാൻ പാടില്ല. നീ ആരോടും പറയാതിരിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഞാനായിട്ട് പറയാണ്ട് എൻ്റെ കാശിയേട്ടൻ ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാതെ. അത് മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. പറയാനല്ല, ഇറ്റ്സ് എ റിക്വസ്റ്റ് തന്നെയാണ്. അതിന് റിക്വസ്റ്റ് ചെയ്യാൻ എനിക്ക് യാതൊരു മടിയില്ല. ബിക്കോസ് ഹീ ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ടു മീ. കാശിയേട്ടൻ എനിക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് കാശിയേട്ടൻ ഒരിക്കലും അറിയരുത് ചേട്ടൻ്റെ അനിയൻ ഒരു ക്രിമിനലാണെന്ന്. അറിയാം, അത് ഞാനായിട്ട് പറഞ്ഞാൽ മാത്രം.
നീയായിട്ട് പറഞ്ഞ് എൻ്റെ ചേട്ടൻ അറിയരുത്. അതങ്ങനെ പറയില്ല എന്ന് നീ എനിക്ക് വാക്ക് തരണം. നീ എന്നെ പേടിക്കണ്ട, ഞാനായിട്ട് നിന്നെ ഒറ്റത്തില്ല. എൻ്റെ വാഗുണ്ട് ഈ വീട്ടിലെ ഒറ്റ മനുഷ്യരറിയാൻ പോകുന്നില്ല നീ ഏക്കെയാണെന്ന്. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ്. പക്ഷേ തിരിച്ച് നീയും എനിക്കൊരു വാക്ക് തരണം. ഞാനാ ഇബ്രാഹിമിനെ കൊന്നതെന്ന്, അല്ലെങ്കിൽ എൻ്റെ കൈകൊണ്ട ഇബ്രാഹിം മരിച്ചതെന്ന്, അല്ലെങ്കിൽ ഞാനൊരു കൊലപാതകിയാണെന്ന് ഒരിക്കലും ഈ വീട്ടിൽ ആരൊക്കെ അറിഞ്ഞാലും കാശി അറിയരുത്. ഇതും എൻ്റെ ഒരു വാശിയാണ്. ബിക്കോസ് ഹീ ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ടു മീ ഓൾസോ. അവനെപ്പോലൊരു നിഷ്കളങ്കനായ ഒരുത്തൻ ഞാനൊരു കൊലപാതകയാണെന്നറിഞ്ഞ അതവനെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. സോ എന്തു പറയുന്നു, ഡീൽ ഓക്കെ അല്ലേ? പെർഫെക്റ്റ്. ഞാൻ ഇന്നേ വരെ കളിച്ച എല്ലാ കളികളിലും ദ പെർഫെക്റ്റ് ഡീൽ ഇതായിരുന്നു. ഒരിക്കലുമില്ല, ഞാനായിട്ട് പറയത്തില്ല. കാശിയേട്ടൻ എൻ്റെ ഏട്ടനൊക്കെ തന്നെയാണ്. പക്ഷേ ചേട്ടനറിയാത്ത പലതും ഇന്നും എൻ്റെ ലൈഫിലുണ്ട്. ഒരുപക്ഷെ ഇത് കിച്ചുവിനെ വെച്ചായിരുന്നു ഇങ്ങനൊരു ഡീല് നീ പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ലായിരുന്നു. ബിക്കോസ് അവനറിയാത്ത ഒന്നും എൻ്റെ ലൈഫിലില്ല. പക്ഷേ ഏട്ടൻ അങ്ങനെയല്ല. നീ പറഞ്ഞ പോലെ ഏട്ടൻ സെൻസിറ്റീവാണ്, പാവമാണ്. അതുകൊണ്ട് തന്നെ ഏട്ടൻ്റെ അടുത്തൂടെ പോലും ഒരു കത്തി പോലും പോകുന്നത് ഞങ്ങൾക്ക് സഹിക്കില്ല, അത് ഏട്ടനും സഹിക്കില്ല. അതുകൊണ്ട് ഇത് ചേട്ടനറിഞ്ഞാൽ ഭയങ്കര ഷോക്കാവും. സോ ഞാനിതൊരിക്കലും പറയില്ല, ഇതെൻ്റെയും വാക്കാണ്. പക്ഷേ അധികം നാൾ ഇതൊന്നും നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റില്ല. എൻ്റെ കാര്യമായാലും നിൻ്റെ കാര്യമായാലും. എന്നാലും ഇവരെല്ലാം ഇതെല്ലാം അറിയും, താമസിക്കാതെ തന്നെ. അതുപോട്ടെ, എന്താ നിൻ്റെ പ്ലാൻ എബൌട്ട് വാസുദേവ് ശങ്കർ? അയാളെ എന്ത് ചെയ്യാൻ പോവാ? അതും പോട്ടെ, അയാളെ നീ കൊല്ലുമെന്ന് എനിക്കറിയാം. അർജുനെ നീ എന്ത് ചെയ്യാൻ പോവാ? നിനക്കൊരുപാട് സംശയങ്ങളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അർജുനേട്ടന് അർജുൻ ഏട്ടാന്ന് വിളിക്കാൻ അങ്ങേർക്ക് അതിനുള്ള അർഹതയില്ല. ഇന്ദ്രയെ ഇഷ്ടമായിരുന്നെന്ന് നിനക്കറിയാവോ? ഇത് ഞാൻ വിചാരിച്ചതാ. ഇതിലെനിക്ക് ഡൗട്ടും ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നുറപ്പാ, ഇന്ദ്രയുടെ ശരീരത്ത് അർജുൻ തൊട്ടിട്ടില്ല. പിന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് നാളെ അറിയാൻ പറ്റുള്ളൂ. ഇതിനെക്കുറിച്ച് അറിയാൻ എൻ്റെ ബോയ്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തിരക്കാനായിട്ട്. അവർ നാളെ ഉച്ചയ്ക്ക് മുമ്പേ ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കൊണ്ടുതരും. പിന്നെ കാര്യം സിമ്പിളാണ്. അർജുൻ ജീവിക്കണോ ചാവണോ എന്നുള്ളത് നമുക്ക് നാളെ തീരുമാനിക്കാം. അതിനു മുമ്പേ അർജുൻ ഫിദയ്ക്ക് ആവശ്യം നിന്നെയാണ്, അർജുൻ ആവശ്യം ഇന്ദ്രേനെ. ഇവരുടെ രണ്ടുപേരുടെയും ഇവരുടെ രണ്ടുപേരുടെയും വഴിയിലെ ഇപ്പോഴത്തെ നെടുംതൂണുകളെന്ന് പറയുന്നത് എൻ്റെ സഹോദരങ്ങളും. സോ സാഡ് അബൌട്ട് ദം. എൻ്റെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ ഈ പറയുന്നവരൊക്കെ ജീവിച്ചിരിക്കുമെന്നുള്ള കാര്യത്തിൽ പോലും സംശയമാണ്. ഫിദയ്ക്കിതിലെന്താ റോള്? അതവിടെ തീർന്നില്ലേ? അത് നീ വിചാരിച്ചത്. നീ വെട്ടിയിട്ട സ്ഥലത്ത് നിന്ന് ഇനി അവൾ തഴച്ച് വളരില്ല എന്നൊരു വിശ്വാസം നിനക്കുണ്ടായിരുന്നു. അവിടെയാണ് നിനക്ക് തെറ്റിയത്. അവൾ പടർന്നു കയറിയിരിക്കുക. എന്നെ കുറച്ച് മുമ്പേ നിന്നെ കാണാനായിട്ട് ഞാൻ അമ്മയെ കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയ സമയത്തിനാണ് ഋഷി വിളിച്ചത്. ഋഷിയാണ് പറഞ്ഞത് ഫിദയും അർജുനും കൂടെ ഹോട്ടലിൽ വെച്ച് മീറ്റ് ചെയ്തിരുന്നു. ലൊക്കേഷൻ ട്രേസ് ചെയ്തപ്പോഴാണ് കണ്ടത്. വേറൊന്നുമല്ല, ഇതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യാൻ തന്നെയാണ്. അവരുടെ പ്ലാൻ എന്താണെന്ന് അറിഞ്ഞൂടാത്തത്. നാളെ അറിയാം. എൻ്റെ പിള്ളേർ അവളെ പിറകെ ഉണ്ട്. അവളൊക്കെ എന്ത് പ്ലാൻ ചെയ്താലും ഞാനതറിയും. അവർ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ഇനി ഒരുമിച്ചാണ് കളിക്കാൻ പോകുന്നത്. അത് നീ ഓർത്ത് വെച്ചോ. നീ ഇതെന്തൊക്കെയാണ് പറയുന്നത്? ആയിക്കോട്ടെ, പക്ഷെ നമ്മളിങ്ങനെ നിൽക്കുകയല്ല വേണ്ടേ? ഇതൊക്കെ ഇന്ദ്രയെ അറിയിക്കാൻ വേണ്ടത്. അവൻ ഇപ്പോഴും
അവൻ ഇപ്പോഴും അർജുനെ പൊട്ടനായിട്ട് വിശ്വസിച്ചുകൊണ്ടിരിക്കുക. അർജുന അവനെ രക്ഷിച്ചെന്നും അർജുന അവൻ്റെ ദൈവം എന്നൊക്കെ. അതാദ്യം മാറ്റണ്ടേ. നീ മാറച്ചു, ഞാൻ പോയി പറയാൻ പോവാ. ഓ എൻ്റെ പൊന്നാദമേ, നീ മണ്ടനായിട്ട് ചിന്തിക്കാവേ. നീ എന്നല്ലേ ഇപ്പം പറഞ്ഞേ പൊട്ടനായിട്ട് അവൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവൻ്റെ അടുത്ത് നീ ഇപ്പം ചെന്ന് ഒരു തെളിവും ഇല്ലാണ്ട് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഓനെ ഒന്നാമത്തെ കാര്യം ഓർമ്മയില്ല, അവൻ ആരോ ഇങ്ങനെയൊക്കെ ചെയ്തേന്ന്. ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും എന്തെങ്കിലും പറയായിരുന്നു. എന്തൊന്നും പറഞ്ഞു പോയി പറയാനാ? അത് അർജുൻ തന്നെ പറയണം. അർജുൻ്റെ വാവുണ്ട് തന്നെ. അതുകൊണ്ട് അർജുനും അവൾ എന്ത് പ്ലാൻ ചെയ്യുന്നോ അത് നടക്കണം. അത് നടക്കുമ്പോൾ ആ സ്ഥലത്ത് ഇന്ദ്ര വേണം. ആദ്യം വാസുദേവൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കട്ടെ. എന്നിട്ട് അവരെ പ്ലാൻ എന്താണെന്ന് അറിഞ്ഞിട്ട് ബാക്കി നമുക്ക് നോക്കാം. അതുകൊണ്ട് ഇപ്പം നീ ചാടിക്കേറി നീ ഇന്ദ്രയെ കാണാൻ പോണ്ട. എനിക്കറിയാം നിൻ്റെ അവൻ്റെ ഇരിപ്പോഷം വെച്ച് നീ ഇതവനോട് പറയും. പറയാതിരിക്കാൻ ശ്രമിച്ചാലും നീ പറഞ്ഞു പോവും ആദമേ. അതുകൊണ്ട് വേണ്ട. ഇന്ദ്ര എന്നെ എന്തിനോ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മേ ബി കിച്ചുവിനെ കണ്ടപ്പോൾ കിച്ചുവിനോട് അവൻ പറഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞോ എന്ന് ചോദിക്കാനായിരിക്കും. ഞാൻ പോയി കണ്ടോളാം, നീ കാണണ്ട. എങ്ങാനും എന്നോട് നിന്നെക്കുറിച്ച് വല്ലതും ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. കാശി ഓക്കെ അല്ലാത്തതുകൊണ്ട് കാശിയുടെ അടുത്ത് നിൽക്കുകയാണ്. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് പിന്നെ ഞാൻ അവനോട് പറയും വാസുദേവ ശങ്കറാച്ചനെ കൊന്നേന്നു, അയാളെ ഞാൻ കൊല്ലാൻ പോവാന്ന്. അത് മാത്രം. വേറൊന്നും ഞാൻ പറയില്ല. പറഞ്ഞാലവൻ വിശ്വസിക്കാൻ പോകുന്നില്ല. അവൻ്റെ മനസ്സിൽ അർജുൻ എന്ന് പറയുന്നത് പുണ്യാളനാണ്. പുണ്യാളക്കാലും മണ്ടയിലും എല്ലാവരും ഉണ്ടെങ്കിൽ അതാ. ഏതായാലും ഞാൻ പോയി കണ്ടിട്ടോട്ടെ. ശരി അതമ്മേ. ശരിടാ. എന്നാലും അർജുൻ ഇന്ദിര കിടക്കാൻ പോവാണോ? അല്ല, ഞാൻ ഫ്രഷ് ആവാൻ കയറാൻ നിൽക്കുമായിരുന്നു. തന്നെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു, കണ്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ വന്നില്ലെങ്കിലോ ഒന്ന്. എനിവേ താങ്ക്സ് വന്നതിന്. ആക്ച്വലി ഐ എം സോറി. അന്ന് കിച്ചുവിനോട് ഞാൻ അത്ര റൂഡായിട്ട് ബിഹേവ് ചെയ്യാൻ പാടില്ലായിരുന്നു. അതെല്ലാം എൻ്റെ തെറ്റി തന്നെയാണ്. കിച്ചു എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഒരുപാട് കാര്യം പറഞ്ഞു. ഞാനറിയാത്തൊരു ഇന്ദ്രയെക്കുറിച്ച് പറഞ്ഞു, ഞാൻ മനസ്സിലാക്കാത്തൊരു ഇന്ദ്രയെക്കുറിച്ച് പറഞ്ഞു, ഞാൻ ഇതുവരെ കാണാത്തൊരു ഇന്ദ്രയെക്കുറിച്ച്. ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ദ്രനെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിവേ താൻ എന്നോട് സോറി ഒന്നും പറയണ്ടോ. ആക്ച്വലി ഞാനെൻ്റെ ലൈഫിൽ ഇതുവരെ ആരോട് സോറി പറഞ്ഞിട്ടില്ല. സീരിയസ്ലി. എന്തോ അതൊരു തരം വാശിയായിരുന്നു, അങ്ങനെ ആരുടെടുത്തും പറയരുതെന്ന്. ബട്ട് ഫസ്റ്റ് ടൈം ഐ എം സോറി ഇന്ദ്ര. ഞാൻ ആസ് എ ബ്രദർ നീ എൻ്റെ അനിയനോട് ചെയ്തത് തെറ്റാ. അതിൻ്റെ ദേഷ്യത്തിലും ഫ്രസ്ട്രേഷനിലൊക്കെ ഞാൻ അങ്ങനെ ചെയ്തത്. കാരണം എനിക്ക് ലോകത്ത് അവൻ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത പോലും ചില സമയം എനിക്കുണ്ട്. അവരാ എൻ്റെ ലോകം. എൻ്റെ അനിയൻ, എൻ്റെ ചേട്ടൻ, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, റാമേട്ടൻ. ഈ സർക്കിളായിരുന്നു എനിക്കെന്നും. അവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഐ കാണ്ട്, എന്നെക്കൊണ്ട് പറ്റില്ല ഇന്ദ്ര. പ്രത്യേകിച്ച് കിച്ചു. അവൻ ഞാൻ തന്നെയാണ്, എൻ്റെ വേറൊരു വേർഷൻ, അങ്ങനെയും പറയാം. അതാ അന്ന് അങ്ങനെയൊക്കെ ചെയ്തത്. ഒന്നും മനഃപൂർവ്വമല്ല. പക്ഷേ തൻ്റെ സിറ്റുവേഷൻ, തന്നെ അങ്ങനെ ആക്കിയ സാഹചര്യം, ഇതൊക്കെ അറിഞ്ഞപ്പോൾ ആക്ച്വലി ഇറ്റ്സ് ഹേർട്ട് മീ സോ മച്ച്. ഐ എം സോറി. നോ സോറി ഒന്നും പറയണ്ടെങ്കിൽ. കാരണം ഈ വീട്ടില്
അതും കഴിഞ്ഞാൽ ഫസ്റ്റ് എന്നെ മനസ്സിലാക്കിയ നീയാ. ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ടെന്നും ഞാൻ അവനെ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ. അതൊക്കെ നീ മനസ്സിലാക്കിയതിന് ശേഷമല്ലേ ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അതുകൊണ്ട് ഞാനാ നിന്നോട് സോറി പറയണ്ടേ. എന്നെ നീ അന്ന് അങ്ങനെയൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് കിച്ചുവിൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആസ് എ ബ്രദർ ഞാൻ ചെയ്യേണ്ട കടമ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒരുപക്ഷെ എന്നെപ്പോലൊരു സഹോദരൻ നിനക്കുണ്ടായിരുന്നെങ്കിൽ അന്ന് നീ ഒരുപാട് വിഷമിക്കില്ലായിരുന്നു. അതെനിക്കറിയാം. പിന്നോ ഇപ്പോൾ നമ്മൾ തമ്മിൽ ഒരു ശത്രുതയില്ല. മീൻസ് പറഞ്ഞു തീർക്കാൻ ഇനി പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അല്ലേ നമുക്കിടയിൽ? എല്ലാം പക്കല്ലേ? വൈ നോട്ട്? എവറിത്തിങ് ഈസ് ഫൈൻ. എന്നെ മനസ്സിലാക്കിയല്ലോ എല്ലാവരും. അത് മാത്രം മതി എനിക്ക്. ഇനി ഇനി എൻ്റെ ലൈഫിൽ എൻ്റെ ലൈഫ് ലോങ് കിച്ചു ഉണ്ടായാൽ മതി. അത് അട്ടയടാ, കൊളയട്ട. നീയായിട്ട് പറിച്ച് കളയാതെ പോകത്തില്ല. നിന്റെ ചോര മുഴുവൻ ഊറ്റി കുടിച്ചിട്ടേ അത് പോകത്തുള്ളൂ. ഇനി ഇതാലോചിച്ചോ, അല്ലെങ്കിൽ നിന്റെ പൊളിഞ്ഞു പോയ പാസ്റ്റ് ആലോചിച്ചോ. ഓർത്ത് വിഷമിക്കാണ്ട് കരയാണ്ട് പോയി ഫ്രഷ് ആവാൻ നോക്ക്. ഫ്രഷായിട്ട് കിടക്കാൻ നോക്ക്. ഞാൻ പോട്ടെ. ബൈ. അല്ല അച്ചു, ഞാനിന്ന് കിച്ചുവിനെ കാണാൻ പൊക്കോട്ടെ? ആഹാ, അത് കൊള്ളാലോ. കുറച്ച് മുമ്പല്ലേ അവൻ അവിടെ ആക്കിയിട്ട് വന്നത്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇന്ദ്ര? വൈ ആർ യു ആസ്കിങ് ടു മീ? എന്നോടെന്തിനാ ചോദിക്കുന്നത്? നിൻ്റെ ചെറുക്കനെ കാണാൻ നീ പോകുന്നതിന് എൻ്റെ പെർമിഷൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അത് 2 ദിവസം മുന്നേ. ഇപ്പം അങ്ങനെയല്ല. അവൻ നിൻ്റെ മാത്രം. നിനക്കവനെ കാണാം, പോവാം, വേണ്ടി വന്ന് എടുത്തുകൊണ്ട് വരാം, എന്തും ചെയ്യാം. പക്ഷേ ഒരു 1 ഡേ കൂടെ നീ ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നിനക്കവൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇന്ന് നീ പോയി കാണുമോ കാണാതിരിക്കും, അതൊക്കെ നിൻ്റെ ഇഷ്ടം. അവനെ നീ കാണുന്നതിന് എനിക്കൊരു എതിർപ്പുമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ അല്ലേ? നിനക്ക് പോവാം, കാണാം, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ആ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരുന്നാൽ മതി. അത് ഞാൻ ഉണ്ടാക്കത്തില്ല, പ്രോമിസ്. ഞാൻ മതിൽ ചാടിക്കോളാം. അത് കൊള്ളാലോ. പിന്നെ ഈ മതിൽ ചേട്ടൻ ശീലമാക്കാൻ നിൽക്കണ്ട. 2 ദിവസം കഴിഞ്ഞ് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരണം കേട്ടോ. അത് കൊണ്ടുവരാമല്ലോ. കൊണ്ടുവരാം. പിന്നെ അവിടെ പിടിച്ചു കെട്ടി വെച്ചിട്ട് എന്നെ വിളിച്ചേക്കരുത്. എനിക്ക് പിന്നെ നിന്നെ ഇറക്കി കൊണ്ടുവരാനായിട്ട് ടൈം കാണത്തില്ല. അതുകൊണ്ടാണ്. രാവിലെ വേറെ ഒരുപാട് പണിയുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ 2 ദിവസത്തെ കണക്ക് പറഞ്ഞ എന്തിനാണെന്നറിയോ? കിച്ചുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന്. വേറൊന്നുമല്ല, എൻ്റെ അച്ഛനെ കൊന്ന ആരാന്ന് ഞാൻ കണ്ടുപിടിച്ചു. അതുകൊണ്ടാണ്. വേറെ ഒരല്ല, വാസുദേവ് ശങ്കർ, നിൻ്റെ അച്ഛൻ്റെ ചേട്ടൻ, അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ ചേട്ടൻ, മൂത്ത ചേട്ടൻ. അയാളെ ഞാൻ കൊല്ലും ഇന്ദിര. നിനക്ക് ഡൗട്ട് കാണാം, നീ സർപ്രൈസ്ഡ് ആവാം, ചിലപ്പോൾ നിനക്ക് കൺഫ്യൂസ്ഡ് ആവാം, ചിലപ്പം നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, പലതും ഉണ്ടാവാം. ബട്ട് അത് അയാളാണ് ചെയ്തത്. തെളിവ് സഹിതം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത് കിച്ചുവിനും അറിയാം. നീ ഏതായാലും ഈ അറിഞ്ഞത് കിച്ചുവിനോട് ചോദിക്കാൻ നിൽക്കണ്ട. ഓക്കെ? ഞാൻ ചോദിക്കത്തില്ല. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞില്ലേ അത് അർജുനേട്ടനായിരിക്കത്തില്ല എന്ന്. ബാസു അങ്കിള്, ബാസു അച്ഛൻ പണ്ടേ ദുഷ്ടനാ. അച്ഛനും മുത്തശ്ശനൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒന്നും ചെയ്യാൻ മടിക്കില്ല എന്ന്. പക്ഷേ അർജുനേട്ടൻ അങ്ങനെയല്ല. ആ ലിസ്റ്റിൽ അവർ 2 പേരുമാണെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അത് അർജുനേട്ടനായിരിക്കില്ല എന്ന്. നിനക്ക് ശരിയാന്ന് തോന്നുന്നു ചെയ്തോ, ഞാൻ നിൻ്റെ കൂടെ കാണുമെങ്കിലേ. അതിന് ആരൊക്കെ ഇല്ലെങ്കിലും ഞാൻ ചെയ്യും. കാരണം അതെൻ്റെ അച്ഛനായിരുന്നു. അച്ഛനെ ഞങ്ങൾക്ക് 3 പേർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു ഇന്ദിര, ഒരുപാട്. ഒരു തരത്തിൽ നോക്കിയാൽ പുള്ളിയാ ഞങ്ങളുടെ
ഐ മീൻ എൻ്റെ റോൾ മോഡൽ. എന്നാൽ ഞാൻ പോട്ടെ, ബൈ. ഹാ ബൈ. കിച്ചുവിനോട് വിളിച്ച് പറഞ്ഞിട്ട് പോകണം, ഇല്ലെങ്കിൽ വെറുതെ അന്നത്തെ പോലെ അവനെ കൺഫ്യൂസ്ഡ് ആക്കി പേടിപ്പിക്കണ്ട. നാളെ ചെല്ലുമെന്നാ പറഞ്ഞേ. ഓ ഗോഡ് അർജുൻ, ഈവനിങ് കണ്ടപ്പോഴും നീ ഒന്നും പറഞ്ഞില്ല, രാത്രി കാണാന്ന് പറഞ്ഞു. എന്താ നിന്റെ പ്ലാൻ? വാട്ട് ഹെൽ യു ആർ പ്ലാനിങ്? ആ ഞാനാണെങ്കിൽ ടെൻഷൻ അടിച്ച് ആകെ ഇത് പോയി നിൽക്കുക. ഓ അങ്ങനെയാണോ? എന്നാ താൻ ടെൻഷൻ അടിക്കണ്ട. ഒരു കാര്യം ചെയ്യും, എനിക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ ഒരു പേടിയില്ല ഫിദ. നീയാണ് ഇങ്ങോട്ട് എൻ്റെ ഹെൽപ്പിന് ഓച്ചാനിച്ച് വന്നത്, അല്ലാതെ ഞാനല്ല. ഓക്കെ, പ്ലാൻ എന്താന്ന് പറയാം. സോ സിമ്പിൾ. പണ്ടത്തെ ചീപ്പ് പ്ലാനൊക്കെ ആയിട്ട് തോന്നും, ബട്ട് ഐ തിങ്ക് അതാണ് നല്ലത്. കിഡ്നാപ്പിംഗ്, ജസ്റ്റ് കിഡ്നാപ്പിംഗ്. ആ കാളിദാസിനെ കിഡ്നാപ്പ് ചെയ്യണം. കാളിദാസിന്റെ കാര്യത്തിൽ തീരുമാനമായി കഴിഞ്ഞാൽ കാശി, ഐ മീൻ ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ അറിഞ്ഞത് വെച്ച് ആ അങ്കിത് എന്ന് പറഞ്ഞവനാ ഇവന്മാർ രണ്ടിന്റെയും ബലം. ആ അങ്കിത് എന്ന് പറഞ്ഞവന് കുറച്ച് ഇമോഷണൽ അറ്റാച്ച് കൂടുതലുള്ള ആള് കാളിദാസാ. അപ്പോ കാളിദാസിനെ പിടിച്ച ഇവന്മാർ രണ്ടും വീഴും. കേട്ടിട്ടില്ലേ, പിടിയാന വീണ പിറകെയുള്ളത് രണ്ടും വീഴുമെന്ന്. അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എളുപ്പമാവും. അതുകൊണ്ട് ആദ്യം നമ്മൾ വീഴ്ത്തേണ്ടത് കാളിദാസ് ശിവപ്രസാദ്. whatever, it's a good idea. And എങ്ങനെ, എപ്പോ, സിറ്റുവേഷൻ നമ്മളായിട്ട് ഉണ്ടാക്കണ്ട, അവരായിട്ട് തന്നെ തന്നോളൂ. പിന്നെ എങ്ങനെ, എപ്പോ, എവിടെ വെച്ച്, അതൊക്കെ ഫിദ ഈ തല പുകയ്ക്കണ്ട. അർജുൻ വെറുതെ അല്ല ഇതിനകത്തോട്ട് ഇറങ്ങിയിരിക്കുന്നത്, വ്യക്തമായ പ്ലാനിങ്ങോടുകൂടിയാ. എൻ്റെ പിറകിലുമുണ്ട് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യാൻ. ഞാൻ പറഞ്ഞില്ലേ ഫിദ, നമ്മൾ എന്ത് ചെയ്താലും ആ ക്രിമിനലിന്റെ അതേ പാറ്റേൺ ആയിരിക്കണം. കാരണം ഇപ്പോ ഹൈദരാബാദ്, മുംബൈ ഈ സ്ഥലങ്ങളിലൊക്കെ അവനാ ക്രിമിനൽ. അതുകൊണ്ട് അതേ പാറ്റേണിൽ ചെയ്താൽ നമ്മൾ ആരും സംശയിക്കത്തുമില്ല. നമുക്ക് കിട്ടേണ്ടവരെയൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. പോരാഞ്ഞിട്ട് കറക്റ്റ് ടൈമിങ്ങാ. ആ എന്ന് പറയുന്നവൻ നാളെ ഹൈദരാബാദ് സിറ്റിയിലുണ്ടാവും. കാരണം എൻ്റെ അച്ഛനുമായിട്ട്, അതായത് എൻ്റെ അച്ഛൻ്റെ എൻ്റെയും കമ്പനിയുമായിട്ട് അവന് നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്. ഒരുമിച്ച് ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ പോവാ. ഇത് അച്ഛൻ എന്നോട് പറഞ്ഞത് എന്നെ വിശ്വസിച്ചിട്ടാ, പക്ഷേ ഞാനത് മുതലെടുത്തു. കാരണം എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്നും ഇന്ദ്ര തന്നെയാണ്. അതുകൊണ്ട് ഇന്ദ്ര എനിക്ക് വേണം. അതിന് എന്ത് ചേറ്റക്കളിയും ഞാൻ കളിക്കും. നാളെ വൈകുന്നേരം അച്ഛനും അവനുമായിട്ടുള്ള മീറ്റിംഗാണ്. ആ മീറ്റിംഗ് കഴിഞ്ഞ അതേ ടൈമിൽ തന്നെ നമ്മൾ കാളിദാസിനെ പൊക്കണം. പൊക്കിയിരിക്കും. നമ്മൾ ചെയ്യും. കാരണം നമ്മളിതിൽ തെറ്റുകാരല്ലല്ലോ. സോ whatever, ബാക്കിയുള്ള ഇമോഷൻസ് നമ്മൾ കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടത് നമ്മളെ പ്രണയിക്കുന്നവരെ മാത്രമാണ്. പക്ഷെ എനിക്ക് this is my revenge. ആദ്യം എൻ്റെ ലൈഫിലോട്ട് വന്ന അവനെ എനിക്ക് കിട്ടുന്നത് മാത്രമല്ല അർജുൻ, അവനോടുള്ള എൻ്റെ റിവഞ്ച് കൂടെയാണ് അവനെ ഞാൻ കെട്ടുന്നത്. നിന്നെ പോലെ തന്നെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ, വർഷങ്ങളായില്ലേ. ഓഫ് കോഴ്സ് നമുക്ക് തന്നെ കിട്ടും. ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റൈൽ അനുസരിച്ച് പറഞ്ഞാൽ നമ്മൾ പറിച്ചെടുക്കും. അപ്പോൾ ഫിദ, ഞാൻ ഇറങ്ങുക. നാളത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനുണ്ട്, കുറച്ചുപേരെയൊക്കെ കാണാനുണ്ട്. താനെന്നാ വീട്ടിലോട്ട് വിട്ടോ. മേ ബി നന്നായിട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ കാണാം. ഒരു വൻ പാർട്ടി തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ബൈ. അച്ഛൻ ഇതുവരെ കിടന്നില്ലേ? എന്തു ചേച്ചാ?
എന്താ ഇവിടെ ഇരിക്കുന്നേ? പിള്ളേരൊക്കെ വന്നോ? എല്ലാവരും കിടന്നോ? ഞാനിത്തിരി വൈകി വെച്ചാ. കമ്പനിയില് ഇവന്മാരൊന്നും വരാത്തോണ്ട് ഇപ്പൊ എല്ലാം ഒറ്റയ്ക്ക് എൻ്റെ തലയിലല്ലേ. എല്ലാം ചെയ്ത് മടുത്തു. ഈ പിള്ളേരുടെ അടുത്തൊക്കെ ഒന്ന് അങ്ങോട്ട് വരാൻ പറയണം ഇനി തൊട്ട്. എനിക്ക് വയ്യ എല്ലാം കൂടെ. ദേവുവിൻ്റെ കൂടെ ഇങ്ങ് പോരാന്ന് വിചാരിച്ചതാ. അപ്പോഴാ കമ്പനിയിൽ നിന്ന് വിളിച്ചത്. എന്തൊക്കെയോ 2-3 ഡോക്യുമെന്റ്സ് ശരിയാക്കി കൊടുക്കാനും 2-3 മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അച്ഛനെന്താ കിടക്കാതെ? എന്തെങ്കിലും വയ്യായിക ഉണ്ടോ? വയ്യായിക ശരീരത്തിനല്ല ദേവ, മനസ്സിന് എന്തോ ഒരു ബുദ്ധിമുട്ട്. മനസ്സത്ര ശരിയല്ല. എന്തൊക്കെയോ ഹരിതാത്ത എന്തൊക്കെയോ നടക്കാൻ പോകുന്ന പോലെ, പിള്ളേരൊക്കെ എന്തൊക്കെയോ മറയ്ക്കുന്ന പോലെ. എനിക്കെന്താന്നറിയില്ല, ഓർത്തിട്ടൊട്ട് സമാധാനമില്ല. ചെറുക്കന്മാരൊന്നും വന്നപ്പോ മുഖത്തിനൊന്നും തെളിച്ചില്ലായിരുന്നു മോനെ. ദേവു വന്നപ്പോ കുഴപ്പമില്ലായിരുന്നു. പിള്ളേര് അഗി, ആദൂസ്, ഇന്ദ്ര, കിച്ചുമോൻ ആരും ഒക്കെ അല്ലാത്തവരെ തോന്നി. കാശിമോൻ കരഞ്ഞെന്നും തോന്നി. ഒന്നും ചോദിച്ചില്ല. ചോദിച്ചാലും ഈ കിളവനോട് അവരാരെന്ത് പറയാം? നമ്മളെക്കാൾ വലുതായി പോയില്ലേ മക്കള്. എന്തൊരു വല്ലായ്മ. ഇതാണോ എൻ്റെ അച്ഛൻ്റെ പ്രശ്നം? എൻ്റെ അച്ഛ അവരൊക്കെ വളർന്നു. നമ്മള് അവരെയൊക്കെ പിടിച്ച് കെട്ടിക്കുകയും ചെയ്തു. ഇപ്പോ അവരൊക്കെ അവരുടേതായ ലൈഫ്, അവരുടേതായ ലോകത്താ. നമ്മൾ അതൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന അതിനെ നേരം കാണത്തുള്ളൂ. അച്ഛൻ വിചാരിക്കും പോലെയൊന്നുമല്ല. അവര് പണ്ടത്തെ നമ്മൾ വളർത്തിയ കൊച്ചു മക്കളല്ല, ഒരുപാട് മാറി. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മളെ ചെവിയിലെത്താതെ പരിഹരിക്കാനും അവർക്കറിയാം. അതുകൊണ്ട് അച്ഛൻ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. അച്ഛൻ പോയി കിടക്കാൻ നോക്കും. വെറുതെ എന്തിനിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കുന്നേ? അവന്മാരെന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് അവന്മാരായിട്ട് ഇതിനങ്ങ് തീർത്തുപോകും. ഏതായാലും അതിന് നമ്മളോട് പറഞ്ഞ് തീറ്റിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. പിന്നെ കാശി, കിച്ചു ഇവർ രണ്ടുപേരും നമുക്ക് അറിഞ്ഞൂടെ? ഭയങ്കര പാവമാ അവളെ പോലെ. എന്തെങ്കിലും ഇച്ചിരി മതി കരയാൻ. അല്ല ദേവങ്കൾ, വളർന്നു എന്ന് പറഞ്ഞ് വളർത്തിയവരെ ആരും മറക്കത്തില്ലല്ലോ. അല്ലെങ്കിൽ കൈപിടിച്ച് കയറ്റിയവരെ ആരും മറക്കത്തില്ല. ഞാൻ അങ്കിള് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഈ വീട്ടിലെല്ലാവരും കിടന്നു. ഞാൻ കിടക്കാത്തത് നിങ്ങളെ രണ്ടുപേരും ഒരുമിച്ച് എനിക്ക് കാണണമായിരുന്നു. ഇവിടെ എല്ലാവരും നിങ്ങളെ ദേവച്ചാന്നും മുത്തശ്ശാന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇതുവരെ മനസ്സറിഞ്ഞ് അങ്ങനെ വിളിച്ചിട്ടില്ല. കാരണം ഓർമ്മ വെച്ച കാലം തൊട്ടേ നിങ്ങൾ, മുത്തശ്ശനല്ല, ദേവങ്കള് എൻ്റെ കഥയിലെ വില്ലനാണ്. അതെന്തുകൊണ്ടാണെന്നറിയില്ല. ആരും എന്നോട് അങ്ങനെ പറഞ്ഞു തന്നിട്ടുമില്ല നിങ്ങൾ ദുഷ്ടനാണെന്ന്. ചിലപ്പോൾ എൻ്റെ കാഴ്ചപ്പാടായിരിക്കാം. അത് വിട്. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കിച്ചുവിനറിയോ എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. ഞാൻ കിച്ചു അല്ല, അച്ചുവാ. ഇത്രയും ദിവസം, അതായത് അന്ന് ഇന്ദ്ര കിച്ചുവിനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ കിച്ചുവായിട്ട് നിന്നത് ഞാനായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം റിയലി സോറി ഞാൻ നിങ്ങളെ പറ്റിച്ചതിന്. എൻ്റെ ഇതും ഒരു പറ്റിപ്പാണ്. പക്ഷേ ഇതെനിക്ക് അനിവാര്യമായിരുന്നു, അല്ലെങ്കിൽ ഇതെനിക്ക് ആവശ്യമായിരുന്നു. കാരണം ശിവപ്രസാദ് അയാൾ എൻ്റെ എല്ലാവാ, എൻ്റെ അച്ഛൻ. നിങ്ങളുടെ കണ്ണിൽ ചിലപ്പോൾ മോളെ അടിച്ചുകൊണ്ട് പോയവനും പെങ്ങളെ വശീകരിച്ചു കൊണ്ടുപോയവനൊക്കെ ആയിരിക്കാം. പക്ഷേ എനിക്ക് ഹീസ് എ സൂപ്പർ ഹീറോ. ഹീസ് മൈ ഇൻസ്പിറേഷൻ ആൻഡ് എവറിത്തിങ്. അതുകൊണ്ട് അയാളെ കൊന്നവരെ കണ്ടുപിടിക്കാനാണ് ഈ വീട്ടിൽ ഞാൻ കെയർ ചെയ്തു. അതിന് മാത്രമല്ല, എൻ്റെ കിച്ചുവിന് അവൻ്റെ ഇന്ദ്രയെ നന്നാക്കി കൊടുക്കാമെന്നൊരു വാക്കുകൂടെ ഞാൻ കൊടുത്തിരുന്നു.
അതേതായാലും നടന്നു. എൻ്റെ രണ്ടാമത്തെ ഉദ്ദേശവും നടന്നു കഴിഞ്ഞു. ഇനി എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള ടൈമായി. പക്ഷേ അതിനു മുമ്പേ ഞാൻ ആരാന്ന് നിങ്ങളോട് പറയണമെന്ന് തോന്നി. ഇല്ലെങ്കിൽ നിങ്ങളെല്ലാം മണ്ടന്മാരാക്കിയതുപോലെ ആവത്തില്ലേ. അതുമാത്രമല്ല, എനിക്ക് ഈ വീട്ടിലിത് മറ്റാരോടും ചോദിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നി. ചോദിക്കാൻ, അതായത് രക്തബന്ധത്തിൽ അവകാശമുള്ളവനെ നിങ്ങളാരും ഇനി കാണത്തില്ല. അതുകൊണ്ട് വളർത്തിയ നിങ്ങളോട് ചോദിക്കുക, അഗീനെ എനിക്ക് തന്നൂടെ? എൻ്റെ അത് മാത്രമായിട്ട് ഞാൻ നോക്കിക്കോളാം. ഞാൻ കുറച്ച് ദേഷ്യക്കാരനും അഹങ്കാരിയൊക്കെ തന്നെയാണ്. പക്ഷേ അവനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ മാത്രമേ ഞാൻ അവൻ എൻ്റെ ലൈഫിൽ കൂട്ടത്തോളൂ. അച്ചു, അറിയാം മോനെ, നിന്റെ കഥയില് ഞങ്ങളൊക്കെ വില്ലന്മാരാ. അറിയാം, സാഹചര്യം മനുഷ്യനെ വില്ലനാക്കൂന്ന് കേട്ടിട്ടില്ലേ? അതായിരുന്നു എന്റെ അവന്റെ അവസ്ഥ. അങ്കി അവൻ നല്ലവനാ. വാസുവിന്റെ മോനവൻ, പക്ഷെ വളർത്തിയത് ഇവനാ. അതുകൊണ്ട് അതിന്റെ ഗുണം അവന്റെ സ്വഭാവത്തിൽ എന്നും ഉണ്ട്. അവൻ ആരെയും ചതിക്കാൻ അറിയില്ല, സ്നേഹിക്കാൻ മാത്രമേ അറിയാവൂ. അവനെല്ലാരും വേണം. ഞങ്ങൾക്ക് എന്ത് എതിർപ്പാ? എനിക്കും എന്റെ മോനും ഇതിൽ പര സന്തോഷം ഒന്നുമില്ല അച്ചുമോനെ. സന്തോഷം മാത്രമേ ഉള്ളൂ. അച്ചു മോനെ, ദേവങ്ങൾക്ക് ദേഷ്യം ഉണ്ടായിരുന്നു എന്റെ പെങ്ങളോട്. എന്തിനാന്നറിയാം? ഇവിടെ നിന്ന് പോയതിന് നമുക്ക് പറയായിരുന്നു ഇഷ്ടമാണെന്ന്. എന്റെ ശിവേനെ പറഞ്ഞില്ല, പേടിച്ചിട്ടായിരിക്കാം. അതിന്റെ വാശിക്കാം. കമ്പനി പോര്, അവക്ക് മുമ്പേ എത്തണം, ഇതൊക്കെ കാണിച്ചത്. കൂടപ്പുറപ്പല്ലേ, വാശിയും അടിയും കൂട്ടുകെട്ടൊക്കെ കാണുമല്ലോ. അല്ലാണ്ട് അവളെ കൊല്ലണമെന്ന് ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടില്ല. ശിവേനെ കൊല്ലണമെന്ന്. അവൻ എൻ്റെ ഒറ്റ സുഹൃത്തായിരുന്നു. എനിക്കും സക്രിയയ്ക്കും അവൻ അത്രയും പ്രിയപ്പെട്ടവനായിരുന്നു. അവൻ അവളെയും കൊണ്ട് ഇവിടെ നിന്ന് പോയിട്ടും ഞങ്ങൾ അവനെ ഒരിക്കലും മറന്നില്ല. പക്ഷെ അവൻ ഞങ്ങളെ മറന്നു. അതൊക്കെ പോട്ടെ. നിനക്ക് അഖിലിനെ തരണേന് എനിക്കോ എൻ്റെ അച്ഛനോ ഒരു എതിർപ്പുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം അവൻ്റെ നല്ല മനസ്സിന് നിന്നെപ്പോലെ ഒരുത്തനെയാ അവ അർഹിക്കുന്നത്, അല്ലാതെ വേറെ ആരെയുമല്ല. ഇപ്പൊ തന്നെ നിനക്ക് ഞങ്ങളെ പൊട്ടന്മാരാക്കാൻ തോന്നിയില്ലല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. പിന്നെ നിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? സഹോദരങ്ങൾക്ക് വേണ്ടി മരിക്കാൻ നടക്കുന്ന നീ എൻ്റെ അകിക്ക് എന്തെങ്കിലും വന്നാൽ അവന് വേണ്ടി നിന്റെ ചങ്ക് വേണോ നീ പറിച്ചു കൊടുക്കും. അതൊക്കെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അവനെ ഞങ്ങൾ കണ്ണു അടച്ച് നിനക്ക് തരും. അല്ല, അപ്പം ദേവുവിനറിയാവോ അച്ചു എവിടെ ഉള്ളത്? എല്ലാം പോട്ടെ, കിച്ചുമോൻ എവിടെയാ? അവൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ട്. ജോൺ എന്ന പേര്. നിങ്ങൾക്കറിയാം, ഹോസ്പിറ്റലിലും ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. അമ്മയ്ക്കറിയാം. അമ്മയെ കാണാൻ അവൻ ജയിലിൽ പോയിരുന്നു. അപ്പോൾ അവൻ തന്നെ എല്ലാം പറഞ്ഞത്. അതുമല്ലാണ്ട് എല്ലാം അമ്മയ്ക്കറിയാം. ഇന്ദ്ര കിച്ചുവിനോട് ചെയ്തതും. പക്ഷേ അമ്മയ്ക്ക് അവനോട് ഒരു ദേഷ്യമില്ല. അമ്മ അങ്ങനെയാ. അമ്മയ്ക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അറിയാവൂ, എൻ്റെ കാശിയേട്ടനെ പോലെ. അതുപോട്ടെ. ഏതായാലും നിങ്ങൾക്ക് എനിക്ക് അഗിയെ തരുന്നതിന് സമ്മതമാണെങ്കിൽ എനിക്കത് മാത്രം കേട്ടാൽ മതി. പിന്നെ വേറെ ആരുടെയും സമ്മതത്തിൻ്റെ ആവശ്യം എനിക്കില്ല. എന്നാൽ മുത്തശ്ശൻ ഇവിടെ ഇരുന്ന് തടി കേടാക്കാണ്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇനിയും 10-25 വർഷം ജീവിക്കണ്ടേ? ചെല്ല്. ശരി ദേവച്ച, ഞാൻ കിടക്കാൻ പോവാം. ചെല്ലു മോനെ.
അന്ന് ഇന്ദ്രയെ കുത്തിയിട്ട് പോയ അച്ചുവേ അല്ലല്ലേ അച്ഛാ അത്? ഇവന് ഇങ്ങനൊരു മുഖമുള്ളത് നമ്മൾ ആദ്യം കാണുന്നത്. അതെ, ഞാൻ നിന്നോട് അന്നേ പറഞ്ഞില്ലേ ദേവാ, അവനവന്റെ അച്ഛനെ പോലെയാ, ശിവയെ പോലെ. രണ്ടു മുഖമുള്ള രാവണൻ. നമ്മൾ കണ്ട ശിവയ്ക്ക് വേറൊരു മുഖമുണ്ട്, അത് നീ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. അവനത് എന്റെ മുമ്പിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, 3 തൈ നട്ടതിലെ ഒന്നെങ്കിലും അവന്റെ കുണത്തിൽ കാണുമെന്ന്. ഓർമ്മ ഉണ്ടോ നിനക്ക്? പണ്ട് കുറെ നാള് മുമ്പ്. അതാ പോയത്. അവനെ വാർത്തു വെച്ചിരിക്കുക ശിവപ്രസാദിന്. ഒരുത്തനെ വെറുതെ വിടാൻ പാടില്ല. എല്ലാവരെയും കൊല്ലാൻ അച്ഛനോട് പറയണം. പറ്റുമെങ്കിൽ എനിക്കും കൊല്ലണം ഒരുത്തനെ. നോക്കിക്കോ, ആ വാസുദേവ ശങ്കറിനെ കൊല്ലുന്ന കാര്യം അച്ഛൻ നോക്കും. ഇന്ദ്രയോട് അങ്ങനെ ചെയ്തവരൊക്കെ ഞാൻ തന്നെ കൊല്ലും. നോക്കിക്കോ. അവന്മാരൊക്കെ ചത്തു കാണും? ഇല്ല, ചാവത്തൊന്നുമില്ല. അല്ലെങ്കിലും ഇങ്ങനെയുള്ള ദുഷ്ടന്മാരെയൊന്നും ദൈവം കൊല്ലത്തില്ലല്ലോ കുറേ നാളിട്ടേക്ക്. ചത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ കൊല്ലും. നോക്കിക്കോ. അതെ, ആരെ കൊല്ലുന്ന കാര്യ പറയുന്നേ? എന്നെയാണോ? അല്ല, ഇന്ദ്രാന്ന് കേട്ടു, അതുകൊണ്ട് ചോദിച്ചതാ. എന്റെ കിച്ചുവിന് കൊല്ലാനൊക്കെ പറ്റും, അതിനുള്ള ധൈര്യമൊക്കെ ഉണ്ടോ? ഇന്ദ്ര അത് കൊല്ലാനൊന്നും ധൈര്യമില്ല, പക്ഷെ പറയാൻ ധൈര്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. അത് ഞാൻ വേറെ കാര്യം പറഞ്ഞതാ. ഇന്ദ്രനെ കാണാൻ തോന്നുന്നാ പറഞ്ഞേ. ഇന്ദ്രൻ നാളെയല്ലേ വരുമെന്ന് പറഞ്ഞേ, പിന്നെ എന്തിനാ ഇന്ന് വന്നേ? അതോ, എനിക്കിങ്ങനെ വെറുതെ അവിടെ ഇരുന്നപ്പോ പെട്ടെന്ന് എന്റെ കിച്ചുവിനെ കാണാൻ തോന്നി. അതാ ഞാൻ ഓടി വന്നേ. അച്ഛനോട് പറഞ്ഞിട്ടാ വന്നേ. അച്ഛൻ ചോദിക്കാ, അതെന്തിനാ എന്നോട് ചോദിക്കുന്നേ? നിനക്ക് നിന്റെ ഹസ്ബൻഡിനെ കാണുമെങ്കിൽ പോയി കണ്ടുകൂടെയെന്നു. പിന്നെ അത് കേൾക്കേണ്ട താമസം. കാറിന്റെ കീ എടുത്തു, ഒറ്റ ചീറ്റിലായിരുന്നു ഇങ്ങോട്ട്. എന്താ, നിനക്കെന്നെ കാണണ്ടേ? കാണണ്ടെങ്കിൽ ഞാൻ പോവാം, എനിക്ക് കുഴപ്പമില്ല. പോലെ ഞാൻ കാണാൻ തോന്നി നിൽക്കുമായിരുന്നു, അപ്പോഴാ ഇന്ത്യ വന്നേ. അച്ഛൻ അങ്ങനെ പറഞ്ഞോ? അല്ലേലും എൻ്റെ അച്ഛന് എന്നെ ഇഷ്ടമുള്ളവരെയും എനിക്കിഷ്ടമുള്ളവരെയൊക്കെ അവനും ഇഷ്ടമാണ്. അല്ല ഇന്ദിര, ഇന്ദിര ഫ്രണ്ട് വഴിയാണോ വന്നേ, അത് അന്നത്തെ പോലെ മതിൽ ചാടിയാണോ വന്നേ? എയ്യടാ, അറിയാൻ എന്താ ശുഷ്കാന്തി. മതിൽ ചാടിയാ വന്നേ. ഫ്രണ്ട് വഴി വന്ന് അവരെയൊന്നും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. വേണമെങ്കിൽ വരായിരുന്നു, അവരെന്നെ അകത്ത് കയറ്റിയും വിടുമായിരുന്നു. പക്ഷേ ഈ പാതിരാത്രി അത് മോശമല്ലേ? അതുകൊണ്ട് കഷ്ടപ്പെട്ട് ആ മതിൽ വലിഞ്ഞ് കയറി ചാടി ഇതാ ഇപ്പൊ ഇവിടെ നിൽക്കുക എൻ്റെ കിച്ചുവിന് മുമ്പേ. കിച്ചുവിന് എന്നെ മിസ് ചെയ്തോ? അതെന്ത് ചോദ്യം? പിന്നെ മിസ് ചെയ്യാണ്ട് ഒരുപാട് മിസ് ചെയ്തു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും മിസ് ചെയ്തു. അപ്പോഴാണ് ഞാൻ എൻ്റെ ഇന്ദിരയെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് പിറകിൽ നിന്നേതോ ഒരു ശബ്ദം. ഒരുപാട് മിസ് ചെയ്തു, ഒരുപാട്. ഇന്ദിര ഫുഡൊക്കെ കഴിച്ചായിരുന്നോ? ഇല്ലെങ്കിൽ നമുക്ക് താഴെ പോയി ക്ലാരാൻഡിയുടെ വക ഫുഡുണ്ട്, ഒളിച്ചൊളിച്ചാരും കാണാതെ എടുത്ത് തിന്നാം. നീ ഇവിടെ നിൽക്ക്. ഫുഡൊക്കെ ഞാൻ കഴിച്ചു, എല്ലാം കഴിച്ചിട്ടാ വന്നത്. നീ അച്ഛനോടെല്ലാം പറഞ്ഞോ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞല്ലേ? കള്ള. എനിക്ക് തോന്നി നീ ആരോട് പറഞ്ഞില്ലെങ്കിലും അവനോടെല്ലാം പറയുന്നു. ആൻഡ് അവൻ വന്ന് എന്നോട് സോറി പറഞ്ഞു. അറിയോ നിനക്ക്? സോറിയാ? അച്ചുവാ? മെഡിക്കൽ മിറാക്കിൾ. ആദ്യമായിട്ടാ അവൻ ഒരാളോട് സോറി പറഞ്ഞെന്ന് ഞാൻ കേൾക്കുന്നത്. ഇന്ദിരയ്ക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയില്ലേ? ഹാപ്പി ആയില്ലേ? ഹാപ്പിയാ, പക്ഷെ അതുപോലെ സങ്കടമുണ്ട്. കാരണം അവൻ എന്നോട് സോറി പറയേണ്ട ആവശ്യമില്ലായിരുന്നു.
അമ്മാതിരി ചെറ്റത്തരല്ലേ ഞാൻ നിന്നോട് കാണിച്ചത്. അവനൊരു നല്ല ബ്രദറാടാ. അതുപോലത്തെ ഒരു സഹോദരനെ കിട്ടാൻ നീ ഭാഗ്യം ചെയ്തവനാ. നീ ഭയങ്കര ലക്കിയാ അവനെ കിട്ടിയതില്ല. എനിക്ക് എൻ്റെ അങ്കിയേട്ടനുള്ളതുപോലെ അല്ലെങ്കിൽ എൻ്റെ സിദ്ധുവേട്ടനുള്ളതുപോലെ അതൊരു പാവമാ. അതൊന്നും അറിയാത്തത്. അറിയിച്ചാലും കരയോ മാത്രമേ ഉള്ളൂ. അല്ല ഇനിയിപ്പോൾ എന്താ പ്ലാൻ? നാളെ വൈകിട്ട് ഞാൻ വരട്ടെ? എൻ്റെ കൂടെ വരുമോ അങ്ങ് നമ്മുടെ വീട്ടിലോട്ട്? നാളെ പറ്റില്ല. നാളെ അമ്മച്ചിയുടെ കൂടെ പള്ളിയിൽ പോകണം. പിന്നെ ഒന്നുമില്ല. പക്ഷെ അമ്മച്ചി ഒറ്റയ്ക്കേ ഉള്ളൂ. നാളെ ജോണച്ചായന് ഒരുപാട് പണിയുണ്ടെന്ന് പറഞ്ഞു. കമ്പനിയിലെന്തോ ആണ്, എനിക്കറിയത്തില്ല. അതുകൊണ്ട് അമ്മച്ചി ഒറ്റയ്ക്കാക്കാൻ പറ്റത്തില്ല. നാളെ വരത്തില്ല. മറ്റന്ന് രാവിലെ എന്നെ വന്ന് കൊണ്ടുപോവോ? ഓക്കെ, അമ്മച്ചിയെ ഒറ്റയ്ക്കാക്കണ്ട. മറ്റന്ന് രാവിലെ ഇന്ദ്ര ഒന്ന് കൊണ്ടുപോകും പോരെ? അപ്പോൾ ഇന്ദ്ര പോട്ടെ. ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. ബൈ, ഗുഡ് നൈറ്റ്, ലവ് യു. അയ്യോ ഇന്ദ്ര പോവല്ലേ. എഗെയിൻ നീ പോവാ? എന്നെ ഒന്നും ചെയ്യുന്നില്ല ഇന്ദ്ര. കഷ്ടമുണ്ട് കേട്ടോ. ആക്ച്വലി I can't wait. എന്ത് യു കാൻ വെയിറ്റ് എന്ന്? ഇന്ദ്ര വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. എനിക്കതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും അറിയില്ല. ബട്ട് I am craving for you. Seriously? You craving for me? So, അപ്പോ ഞാനെന്താ ചെയ്തു തരണ്ടേ? അത് ഞാൻ പറയില്ല. എനിക്ക് അറിഞ്ഞു തരണം. എന്നെ മനസ്സിലാക്കാൻ കൈകൊണ്ടുവന്ന് ഞാൻ നോക്കട്ടെ ഇന്ദ്രയ്ക്ക്. ഓ അങ്ങനെ. നീ വളർന്നു, ഒരുപാട് വളർന്നു. എനിക്ക് പിന്നെ മനസ്സിലാക്കാൻ കഴിവ് കുറച്ച് കൂടുതലാണ്. തരാം. సరసున
Shall we go one more round? నీకోసమే నీకోసమే నాడనా